ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ സാധ്യതകളുടെ ഗണിതം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന 4ാം അധ്യായത്തിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേജ് 80-ലെ രണ്ടാമത്തെ ചോദ്യമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. വിനുവും അപ്പുവും തമ്മിലുള്ള ഒരു രസകരമായ ഗെയിമിലൂടെ ഇത് നമുക്ക് പഠിച്ചാലോ? വിനുവിന്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. അതിൽ 1, 2, 3, 4 എന്നീ സംഖ്യകൾ എഴുതിയ സ്ലിപ്പുകളുണ്ട്. അപ്പുവിന്റെ കയ്യിലോ? അവന്റെ കയ്യിൽ രണ്ടാമത്തെ പെട്ടി. അതിൽ 1, 2 എന്നിങ്ങനെ എഴുതിയ 2 കടലാസുകൾ ഉണ്ട്. ഇനി രണ്ടുപേരും ഒരേ സമയം ഓരോ കടലാസ് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ആ 2 സംഖ്യകളും കൂട്ടി നോക്കാൻ പോവുകയാണ്. വിനു പറയുന്നു, അപ്പു, തുക കൂട്ടിയാൽ ഒറ്റ സംഖ്യ വരാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അപ്പു വിനുവിനെ എതിർത്ത് പറയുന്നു, അല്ല, ഇരട്ട സംഖ്യ വരാനാണ് കൂടുതൽ സാധ്യത. കൂട്ടുകാരെ, ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കിയാലോ? ആദ്യം തന്നെ വിനുവിന്റെ പെട്ടിയിൽ നിന്നും അപ്പുവിന്റെ പെട്ടിയിൽ നിന്നും കിട്ടാവുന്ന ആകെ സംഖ്യാജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിനു 1 എടുത്താൽ 2 പെയേഴ്സ് സാധ്യമാണ്, 2 ജോഡികൾ സാധ്യമാണ്. 1, 1, 1, 2. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിനു 2 എടുത്താൽ 2, 1, 2, 2. വിനു 3 ആണ് എടുക്കുന്നതെങ്കിലോ 3, 1, 3, 2. വിനു 4 ആണ് എടുക്കുന്നതെങ്കിൽ 4, 1, 4, 2. അതായത് ആദ്യ പെട്ടിയിലെ 4 എണ്ണത്തിനെ രണ്ടാം പെട്ടിയിലെ 2 എണ്ണവുമായി ചേർത്തപ്പോൾ ആകെ ജോഡികളുടെ എണ്ണം 4 × 2 8 എന്ന് കിട്ടി. അതായത് പോസിബിൾ പെയേഴ്സ് ഈക്വൽ ടു 8. എക്സാമിന് എഴുതുമ്പോൾ സാധ്യമായ ജോഡികൾ ഇത് എഴുതി വെക്കുക. ആകെ ജോഡികളുടെ എണ്ണം 8 എന്ന് എഴുതുക. ഇനി വിനു പറഞ്ഞതുപോലെ തുക ഒറ്റ സംഖ്യ ഓഡ് ആവാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കാം. നമുക്ക് 8 ജോഡികളാണല്ലോ ഉള്ളത്. ഓരോ ജോഡിയുടെയും തുക നമുക്ക് കൂട്ടി നോക്കാം. അതിനുശേഷം ഒറ്റ സംഖ്യ കിട്ടുന്നത് ഏതൊക്കെയാണ്? 1 1 2, 1 2 3, 2 1 3, 2 2 4, 3 1 4, 3 2 5, 4 3 5, 4 2 6. അപ്പോൾ തുക ഒറ്റ സംഖ്യ കിട്ടുന്നത് ഏതൊക്കെയാണ്? ഇതാ ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന ജോഡികളിലാണ്. 1 2, 2 1, 3 2, 4 1. കണ്ടോ? തുക ഒറ്റ സംഖ്യ കിട്ടുന്ന ജോഡികൾ 4 എണ്ണം. There are 4 pairs with odd sum. അപ്പോൾ തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത probability that the sum is odd equal to ഒറ്റ സംഖ്യാ ജോഡികളുടെ എണ്ണം 4 ബൈ ആകെ ജോഡികൾ 8. 4/8
1/2 എന്ന് കിട്ടി. അതായത് 50% സാധ്യത തുക ഓടാവാനാണ്, ഒറ്റ സംഖ്യ ആവാനാണ്. ഇനി അപ്പു പറഞ്ഞതുപോലെ തുക ഇരട്ട സംഖ്യ സം ഈസ് ഈവൻ ആകാനുള്ള സാധ്യത പ്രോബബിലിറ്റി നോക്കാം. നമ്മൾ തുക കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ ഇരട്ട സംഖ്യയാവുന്ന ജോഡികൾ ഏതൊക്കെയാണ്? പച്ച നിറത്തിലുള്ള ജോഡികളാണ്. 1 1 2 2 3 1 4 2. അപ്പോൾ നമുക്ക് ഇവിടെ തുക ഇരട്ട സംഖ്യയാകുന്ന ജോഡികളുടെ എണ്ണവും 4 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ തുക ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത 4/8. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടും. 50% തന്നെ. കൂട്ടുകാരെ കണ്ടില്ലേ? വിനുവിനും അപ്പുവിനും ജയിക്കാനുള്ള സാധ്യത പകുതി വീതമാണ്, 50% വീതമാണ്. അതുകൊണ്ട് കളിയുടെ അവസാനം 2 പേരും സമനിലയിലായി, ഡ്രോ ആയി. പരീക്ഷയ്ക്ക് തുക ചോദിച്ചാൽ ഇതുപോലെ ജോഡികൾ എഴുതി തുക കൂട്ടി നോക്കി എളുപ്പത്തിൽ മാച്ച് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ 3-ാമത്തെ ചോദ്യവുമായി വീണ്ടും കാണാം. Until then, keep learning, keep growing. Bye.